അറിവുണ്ട്, തിരിച്ചറിവില്ല. അത് ശരിയാ, അറിവുണ്ട്, തിരിച്ചറിവില്ല. അത് ഈ ജനം ടി വിയിലെ അനിൽ നമ്പ്യാരെ കുറിച്ചാണെന്ന് തോന്നുന്നു സ്വാമി അങ്ങനെ പറഞ്ഞത്. ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഞാൻ പലതവണ ഇവരോട് പറഞ്ഞു. ഓ അങ്ങനെയാണോ? അപ്പൊ സ്വാമി ആരാധിക്കുന്ന ആരെയാ? ഞാൻ ആരാധിക്കുന്ന രാവണനെയാണ്. അതെന്താ സ്വാമി അങ്ങനെ? രാവണനെയോ? അതെന്താ അങ്ങനെ? എന്താ കാര്യം? രാവണന്റെ എന്ത് ക്വാളിറ്റിയാ രാമനുള്ളത്? ഓ അങ്ങനെ. അപ്പൊ രാമനേക്കാൾ ക്വാളിറ്റി ഉള്ളത് രാവണനാണ്. സ്വാമിക്ക് ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാ കിട്ടിയത്? സ്വാമി ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? ഞാനൊരു പഴയ ചെറിയ ബാലസ്വയംസേവനാണ്. ഞാൻ ചെറുപ്പത്തിൽ സംഘത്തിൽ പോയത്. അതിലെന്താണെന്ന് സംഘത്തിന്റെ എക്സ്ട്രീം ലെവൽ വരെ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. അപ്പൊ വെറുതെ അല്ല, സ്വാമിക്ക് കൃത്യമായ വിവരം കിട്ടിയത് ഈ സോഴ്സിൽ നിന്നാണ്. അപ്പൊ ഇവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ. വെറുതെ അല്ല, ഞാനും ആലോചിച്ചിട്ടുണ്ട്, തികച്ചും രാമഭക്തനായ ഗാന്ധിജി എന്തിനാണ് RSS കൊന്നത് എന്ന്. RSSകാരൻ്റെ വെടിയേറ്റ് മരിക്കുന്ന സമയത്തും ഗാന്ധിജിയുടെ ചുണ്ടിൽ രാം എന്ന മന്ത്രമായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാൽ നമ്മൾ കാണുന്ന ഒരു തരം ചാണകവും ഗോമൂത്രവും കുടിച്ചു കിടക്കുന്ന സംഖ്യകളെയാണ്. അതെ അതെ അതെ, അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ കാണുന്നത് കൂടുതലും. ഇങ്ങനെ അല്ലെന്ന്, ഇതൊന്നും അല്ല. ഹിന്ദു വിരുദ്ധമാണ് RSS. തികച്ചും ഹിന്ദു വിരുദ്ധമായൊരു സംഘടനയാണെന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. രാമഭക്തനായിരുന്ന രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിച്ചത് സംഖ്യയായിരുന്നുവെന്ന സത്യവും അവസാനമായി ഗാന്ധിജിയുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീണ മന്ത്രം രാമമന്ത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യവും ഈ സത്യത്തിന് അടിവരയിടുന്നതാണ്. സാധുക്കളായ ഹിന്ദു സഹോദരങ്ങളെ പറ്റിച്ചും പ്രീണിപ്പിച്ചും അധികാരത്തിലേറാനും അതിൽ തുടരാനുമുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമാണ് ഇവരുടെ രാമഭക്തിയും രാമക്ഷേത്ര നിർമ്മാണവും എന്നത് ഇനിയെങ്കിലും നാം തിരിച്ചറിയണം. ഒരു കുറിയിട്ട് കയ്യിൽ കുറെ രാഗിയിട്ട് കാവിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നടന്നാൽ സംഖ്യയാകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇതല്ല സംഖ്യ. ഐ ആം ഇൻ ടു ദിസ് ഫീൽഡ്. ഞാനൊരു അഘോരിയാണ്. എൻ്റെ ഫീൽഡ് അതാണ്. ഇവർക്ക് അറിയാത്ത മേഖലയിലാണ്. അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഹാർട്ട് സർജറി ചെയ്യുന്ന പോലത്തെ രീതിയാണ് ഇവർ ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. കണ്ടോ, ശരിയായി ഈ ഫീൽഡിലുള്ള സ്വാമി പറയട്ടെ. ബാലസ്വയംസേവകനായി ജീവിതം തുടങ്ങുകയും ചെറുപ്പം മുതൽ തന്നെ RSSന്റെ ശാഖയിൽ പോവുകയും എക്സ്ട്രീം ലെവൽ വരെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്ത സ്വാമി പറയട്ടെ കാര്യങ്ങൾ. സ്വാമി അതൊന്ന് വിശദമായി ഒന്ന് പറഞ്ഞേ, അതെങ്ങനെയാണ്? അതായത് രാമനെ ആരാധിക്കാൻ പാടില്ല. രാമൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു തോൽവിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം മക്കൾ പോലും അദ്ദേഹത്തെ കൊല്ലാൻ നടന്നു, ലവനും കുശനും. അതുപോലെ തന്നെ അദ്ദേഹം ഭാര്യയെ സംശയിച്ച് കാട്ടിൽ അയച്ച വ്യക്തിയാണ്. രാമായണം സ്ത്രീ വിരുദ്ധമാണെന്നും സവർണർക്കായി മാത്രം രചിക്കപ്പെട്ടതാണെന്നും വരുത്തി തീർക്കാനുള്ള വ്യാഖ്യാനങ്ങളാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ കടന്നാക്രമിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അജണ്ട ഇസ്ലാമികവൽക്കരണമോ? സ്വാമി ഇസ്ലാമികവൽക്കരണത്തിന് ശ്രമിക്കുകയൊന്നുമല്ല. സ്വാമി RSSൽ ചെറുപ്പം മുതലേ പ്രവർത്തിച്ച് അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ മനസ്സിലാക്കിയ ആളാണ്. സ്വാമിയെക്കുറിച്ചല്ല അനിൽ നമ്പ്യാർ അങ്ങനെ പറഞ്ഞത്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം.